അങ്ങോരോ തന്തയല്ലല്ലോ എൻ്റെ തന്ത. അപ്പൊ അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. അയാളുടെ തന്തയല്ലല്ലോ എന്റെ തന്തയെന്നും എല്ലാ കോൺഗ്രസുകാർക്കും വെച്ചു വിളമ്പിക്കൊടുത്ത, വീടിന് പുറത്തു പോലും ഇറങ്ങാത്ത പാവം പിടിച്ച തന്റെ അമ്മയെ അധിക്ഷേപിച്ച ദിവസം തനിക്ക് ദേഷ്യമല്ല വന്നതെന്നും സങ്കടമായിരുന്നുവെന്നും രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കരുത് എന്നാണെന്നും അത് താൻ ഇപ്പോഴും കാത്തുപോരുന്നുണ്ടെന്നും ഇതിനും മുകളിൽ ആളുകളുണ്ടല്ലോ എന്നും ആരും നല്ല കക്ഷികളൊന്നുമല്ല എന്നും ഓരോ കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും പത്മജ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടം MLA-യുടെ രാജിവിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. പത്മജ ഇതിലൊന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല. എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നത്, ദേഷ്യമല്ല വന്നത്. രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മോഹൻലാൽ പറഞ്ഞ മരി അങ്ങോരോ തന്തയല്ലല്ലോ എൻ്റെ തന്ത. അപ്പൊ അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. നമ്മൾ പറയില്ലേ, ആരും ഇതാണ് ആളെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം, എനിക്ക് പല കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് KPC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സ്വാത്വികനായിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ള. അദ്ദേഹം പറയും, എനിക്ക് ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ഒരു പെണ്ണും മോളിൽ പരാതി കൊടുക്കാണ്ട് പബ്ലിക്കായിട്ട് പറയില്ല. ഒരു പെണ്ണിനെ അത് പറയാൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. ഇതൊന്നുമല്ല, ഇതൊരു ചെറിയ കാര്യമാണ്. ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതിന്റെ മുകളിലുണ്ടല്ലോ കുറെ പേര്, ആരും നല്ല കക്ഷികളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പലതും ഇനി നാളെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ വ്യക്തി എന്തെങ്കിലും പറയുമോ നമുക്ക് നോക്കിയിരിക്കാം. കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം, എന്നെ ഒരു കോൺഗ്രസ്സുകാരനൊന്നും ചെയ്യില്ല, എനിക്ക് അതിനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. മലയാളം ടെലിവിഷൻ, തൃശൂർ. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?